ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, എനിക്കറിയാം. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെതായ ഡയറക്ഷനിൽ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളല്ല, ദൈവം വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവം അങ്ങ് പറയും. അതുകൊണ്ട് കർത്താവ് കൊണ്ടുപോകുന്ന പോലെ എല്ലാ കാര്യങ്ങളും പോട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ള ചിന്തകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്പിരിറ്റ് മാനെ പറ്റി, അതെങ്ങനെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാം, അങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന്, നമ്മുടെ അധികാരങ്ങളെ പറ്റി, എങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീർന്നതെന്ന്, നമ്മുടെ ഉള്ളിലിരുന്ന ആത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് കരയുന്ന കാര്യങ്ങളും അതെല്ലാമാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിലൂടെയൊക്കെ മെസ്സേജായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളത് കേട്ട് കാണുമെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുപോലെയുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാം അങ്ങനെ അനുഭവമുള്ളവരായി എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. കർത്താവ് അത് ചെയ്തെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഇന്ന് 3 ഞരക്കങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3 ഞരക്കങ്ങൾ, ഗ്രോണിങ്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഹല്ലേലൂയ. എന്തിനാണ് ഈ ഞരക്കം? ആരൊക്കെയാണ് ഞരങ്ങുന്നത്? എന്തൊക്കെയാണ് ആ ഞരക്കത്തിൽ സംഭവിക്കുന്നത്? എല്ലാ കാര്യങ്ങളും ഞാൻ പറയാനായിട്ട് പോകുന്നു. അതിനു മുമ്പ് എന്താണ് ഈ ഞരക്കം, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹല്ലേലൂയ. നമ്മൾ അതിനു വേണ്ടി ഈ ഞരക്കങ്ങളെക്കുറിച്ച് നമ്മൾ പറയാൻ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ആദ്യം ബൈബിളിലേക്ക് കടന്നു പോവുകയാണ്. നമുക്ക് ബൈബിൾ ഉള്ളവരെല്ലാവരും റോമർക്ക് എഴുതിയ ലേഖനം എല്ലാവർക്കും ഒരുമിച്ചെടുക്കാം. 8-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം നമുക്ക് ആദ്യം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8:22. ഹല്ലേലൂയ. ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഓക്കെ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. അതാണ് 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. All creation is waiting eagerly for the future day when God will reveal who his children really are. Hallelujah. എന്തിനാണ് സർവ്വസൃഷ്ടിയും ഈറ്റുനോവോടി കൂടി ഇരിക്കുന്നതെന്നാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കാനായി പോകുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ 20-ാം വാക്യം നമ്മളൊന്ന് വായിച്ചേ. 20-ാം വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്ന് ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിനും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. 21-ാം വാക്യം ഇങ്ങനെയാണ്: മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു. അപ്പോൾ 1-ാമത്തെ കാര്യം, സർവ സൃഷ്ടിയും ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിൻ്റെ 23-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം ആത്മാവെന്ന ഉള്ളിൽ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ 1-ാമത്തെ ഞരക്കം ആരുടേതാണ്? സൃഷ്ടിയുടെ ഞരക്കമാണ്. 2-ാമത്തെ ഞരക്കം ആരുടേതാണ്? നമ്മുടെ ഞരക്കമാണ്. ഹല്ലേലൂയ. ഇനി 3-ാമത്തെ ഞരക്കം നമ്മൾ വായിക്കാനായി പോവുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 28-ാം അധ്യായം 26-ന്റെ 2-ാമത്തെ പകുതി മുതൽ നമുക്ക് വായിക്കണം. ആത്മാവ് തന്നെ, അത് മുതൽ. മതി സിസ്റ്ററെ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു 18 മുതൽ നമ്മൾ ഒരു 24 വരെയുള്ള 24 ഒരു 27 വരെ അതിനകത്ത് വാക്യം വായിക്കുമ്പോൾ ഇത്രയും വാക്യത്തിനകത്ത് നമുക്ക് 3 ഞരക്കങ്ങൾ കാണാനായിട്ട് കഴിയും. 1, സൃഷ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2, നമ്മൾ ഞരങ്ങുകയാണ്. 3, പരിശുദ്ധാത്മാവ് ഞരങ്ങുകയാണ്. ഹല്ലേലൂയ. അതിന് എന്താണ് ഈ ഞരക്കം
എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഞാനൊന്ന് മലയാളത്തിൽ പറയാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. ഈ ഞരക്കം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളിപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുമോ അത്രത്തോളം മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാനതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുവാണ് കേട്ടോ. ഈ ഞരക്കം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനേ, ഇരിക്കുന്നു നമ്മൾ പറയുന്നല്ലോ. ഇനി എന്തായി ഞരക്കമെന്ന് നമ്മൾ അറിയണമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, എല്ലാവരും സ്കൂള് കോളേജ് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ അല്ലേ, സ്കൂളിലായിക്കോട്ടെ കോളേജിലായിക്കോട്ടെ, നമ്മളിങ്ങനെ ആ പീരീഡ് കഴിയുന്നതിനെ നമ്മളിങ്ങനെ ഇരിക്കാറുണ്ടോ? നിങ്ങളൊക്കെ എങ്ങനെ ഇരുന്നിട്ടുണ്ടോ? ഉള്ളവർ ഇതെപ്പോഴാണ് ഒന്ന് തീരുന്നത്? വാച്ചിൽ നോക്കിയിട്ടില്ലേ എത്രയോ പ്രാവശ്യം നമ്മളല്ലേ? ഇനി ബെല്ലടിക്കുന്ന ഒരു പദ്ധതിയാണെങ്കിൽ നമ്മൾ ബെല്ലടിക്കുന്ന സ്ഥലം കാണാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവിടെ നോക്കും, ബെല്ലടിക്കുന്നുണ്ടോ, ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അല്ലേ? കാരണം ഇതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണം, അതിനു വേണ്ടിയാണ് നമ്മളങ്ങനെ നോക്കുന്നില്ലേ. ഒരു ക്ഷമയില്ല, അക്ഷമരായി തീരുന്ന ഒരവസ്ഥ അല്ലേ. ഇതൊന്നും തീരുന്നില്ലല്ലോ എന്നാണ്. ഞാൻ B.Ed കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സൈക്കോളജി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. B.Ed പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെ സംബന്ധിച്ചും നമുക്കൊരു ബോറിങ് സബ്ജക്റ്റ് ആയിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത്. ഹല്ലേലൂയ. എനിക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ആ സബ്ജക്റ്റ് എല്ലാ ദിവസവും നമ്മുടെ ഉച്ചയൂണുണ്ടല്ലോ, അത് കഴിഞ്ഞ ശേഷമുള്ള നെക്സ്റ്റ് പീരീഡാണ് ഈ സൈക്കോളജി ടീച്ചർ പഠിപ്പിക്കാൻ വരുന്നത്. ആ ടീച്ചറിനാണെങ്കിൽ വോയിസും ഇല്ല, ശബ്ദമില്ല. സൈക്കോളജി എന്ന് പറയുമ്പോൾ ജനറൽ സബ്ജക്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എല്ലാ ഓപ്ഷൻ എടുത്തിരിക്കുന്ന കുട്ടികളും കടന്നു വരും. അപ്പോൾ ഒരു 100-ലധികം കുട്ടികളുണ്ടാവും, ഒരു ഹാളിലിരിക്കും എല്ലാവരും കൂടെ. ഉച്ച കഴിയുന്ന സമയമാണെന്ന് ഓർക്കണം. ടീച്ചറിനാണെങ്കിൽ ശബ്ദമില്ല. അപ്പോൾ ഈ ടീച്ചർ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നവർക്ക് ഒന്നും കേൾക്കത്തില്ല. അല്ലെങ്കിൽ ഇവരൊന്നും കേൾക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവരെ ക്ലാസ് തുടങ്ങുന്നതും എല്ലാ കുട്ടികളും അങ്ങ് ഉറങ്ങാനായിട്ട് തുടങ്ങും. ഞാനിങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ ഉറങ്ങുന്നുണ്ട്, ഇപ്പുറത്തിരിക്കുന്ന ആൾ രണ്ടുപേരും ഉറങ്ങുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ ടീച്ചറിനെ അറിയാം ഇവർ ഉറങ്ങുവാണെന്ന്. ടീച്ചറിനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചാൽ മതിയല്ലോ, അവരങ്ങ് ലെക്ചർ ചെയ്യുവാണ്. അപ്പോൾ കുട്ടികൾ കേട്ടാലും ഒന്നുമില്ല, കേട്ടില്ലെങ്കിലും ഒന്നുമില്ല. എല്ലാം വലിയ പിള്ളേരല്ലേ, അവരെ ഒന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി ടീച്ചറിൻ്റെ പ്രായമുള്ളവർ അവിടെ B.Ed പഠിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല. ടീച്ചർ അങ്ങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതിനിടയിൽ കുറേ സമയം കഴിഞ്ഞു പോയപ്പോൾ എങ്ങനെ സമയം കളയാമെന്നറിയത്തില്ല. ഇവർ പഠിപ്പിക്കുന്നതൊന്നും മനസ്സിലാകുന്നില്ല, ഉറക്കവും വരുന്നുണ്ട്, വാച്ചിൽ നോക്കി തളരുന്ന ഒരവസ്ഥയാണ്. പിന്നെ ഉറക്കത്തിന് ഒരു കുറവില്ലാത്ത പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു ബോട്ടിൽ നമ്മൾ കുടിക്കാൻ കൊണ്ടുപോകുന്ന ബോട്ടിലുണ്ട്, അതിൻ്റെ അടപ്പിൽ കുറച്ച് വെള്ളം അതിൻ്റെ ക്യാപ്പിൽ ഒഴിച്ചിട്ട് നമ്മുടെ അടുത്ത് വെച്ചിട്ട് ഈ കണ്ണിൽ ഇങ്ങനെ തൊട്ട് വയ്ക്കും. ഉറങ്ങാതിരിക്കാനാണ്. ബോട്ടിലെ മുഴുവൻ വെള്ളം തൊട്ട് വെച്ചാലും കണ്ണിൽ ഈർക്കിൽ വെച്ചിരുന്നാലും നമ്മൾ ഉറങ്ങും. അതാണ് അവസ്ഥ. അത്രത്തോളം ദയനീയമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നു കിട്ടണം ഈ പീരീഡ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. എല്ലാവരും തലയൊക്കെ ചൊറിഞ്ഞ് ഇത് എപ്പോൾ തീരും ഇങ്ങനെ അങ്ങ് നോക്കിയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്തുള്ള മുഴുവൻ ആഗ്രഹം എന്താണ്? ഈ പീരീഡ് ഒന്ന് അവസാനിച്ച് കിട്ടണം എങ്ങനെയെങ്കിലും. ഈ ബെല്ലൊന്ന് ഇലക്ട്രിക് ബെല്ലാണ്, അത് എപ്പോൾ മുഴങ്ങുമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ആ ബെല്ല് മുഴങ്ങുന്നത് നമ്മുടെ ഒരു സന്തോഷം. ഹല്ലേലൂയ. പഠിക്കുന്ന കാലത്തൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിരുന്നിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അത്രയും ബോറായതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ. ആ ഒരു ശരിക്കും ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ ആ മനസ്സിൻ്റെ ഫീലിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെപ്പോഴാണ് ഒന്ന് അവസാനിക്കുന്നത് അല്ലേ? അതുപോലൊരു വേദനപ്പെട്ട് നമ്മൾ ഇരിക്കുന്ന ഒരവസ്ഥ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അല്ലേ? നമുക്കിതൊന്ന് അവസാനിച്ച് കിട്ടണം എന്ന് തോന്നുന്ന അവസ്ഥ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഞരക്കം എന്ന് പറയുന്നത്. ഞരക്കം മനസ്സിലാവുന്നുണ്ട്? ഇപ്പോൾ ആ ഒരു അവസ്ഥയെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയല്ലോ. അതിനാണ് ഞാൻ ഈ എക്സാമ്പിൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഇവിടെ പറയുന്നത് സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? സൃഷ്ടി മുഴുവൻ ദ്രവത്വത്തിലായിപ്പോയി. എങ്ങനെ അത് ദ്രവത്വത്തിലായി? അത് ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. കർത്താവ് ദൈവം പറയുവാണ്,
യഹോവയായ ദൈവം പറയുവാണ്, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ശാപം ഭൂമിയിൽ വീണതോടെ സർവ്വ സൃഷ്ടിയും ദ്രവത്വത്തിൻ്റെ ദാസ്യത്വത്തിൽ ആയി മാറി. ഹല്ലേലൂയ. അപ്പോൾ മുഴുവൻ സൃഷ്ടിയും ഇന്ന് ഈറ്റുനോവോടെ ഞരങ്ങുന്നു എന്ന്, ലേബർ പെയിൻ അല്ലെങ്കിൽ ബർത്ത് പെയിൻ എന്ന് നമ്മൾ പറയും. ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ നന്നായി അറിയാം. പുരുഷന്മാർക്ക് അത്രത്തോളം അറിയില്ലെങ്കിലും അവർക്കും ഒരു ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും എന്നവർ ചിന്തിക്കുന്നു. പക്ഷെ ഒരിക്കലും അനുഭവിക്കാത്തവർക്ക് അത് അറിയാനും പറ്റത്തില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് അങ്ങ് പറയുക, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള ഒരു വേദന എന്ന് പറയും. ഹല്ലേലൂയ. ആ ഒരു പെയിൻ എന്ന് പറയുന്നത്, അത് എപ്പോഴാണ് ആ ഒരു ബർത്ത് സംഭവിക്കുന്നത് അതുവരെയും ആ ഒരു പെയിൻ ഉണ്ടാവും. അതുപോലെ ഒരു ബർത്ത് പെയിൻ എല്ലാ സൃഷ്ടികൾക്കും ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? അവർ ഭാരത്തോടെ ഈ ബർത്ത് പെയിനിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന എന്തിനാണ്? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. നമ്മൾ വെളിപ്പെട്ടാലേ അവയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതിനു വേണ്ടിയാണ് അവ കാത്തിരിക്കുന്നത്, നമ്മുടെ പൂർണ്ണമായ വെളിപ്പെടലിന് വേണ്ടി. ഇനി രണ്ടാമത്തെ ഞരക്കം എന്ന് പറയുന്നത് ആത്മാവെന്ന അതിൻ്റെ 23-ാം വാക്യമാണ്. ഒന്നാമത്തത് സൃഷ്ടിയാണ് ഞരങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇപ്പോൾ നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ദേഹി അല്ലെങ്കിൽ നമ്മുടെ സോൾ രക്ഷയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. ഇനി നമ്മുടെ ശരീരമാണ് രക്ഷിക്കപ്പെടാനെന്ന് പറഞ്ഞാൽ ആ തേജസ്സിലേക്ക് വരാനായിട്ടുള്ളത്. അപ്പോൾ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്പിരിറ്റിൽ ഗ്രോൺ ചെയ്യുന്നെന്നാണ് പറയുന്നത്. ആത്മാവിൽ എന്തിനു വേണ്ടിയാണ്? നമുക്ക് എപ്പോഴാണ് ആ ശരീരം ഒന്ന് കിട്ടുന്നത്? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കിന്ന് മൊത്തം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ, സിസ്റ്റർ അമൃതയുടെ ജീവിതം കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഞരക്കം ഇന്ന് ആത്മീയ ഗോളത്തിലില്ല. ഓക്കെ, ആത്മാവെന്ന ആദ്യദാനം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഞരക്കം നിങ്ങളുടെ ആരെങ്കിലും ഉള്ളിലുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കാനാ, നമ്മൾ ഏത് ലെവലിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ, എന്നെ കൂടെ ചേർത്തിട്ട്. ഇങ്ങനെ ഒരു ഞരക്ക് എപ്പോഴാ ഈ ജീവിതം ഒന്ന് അവസാനിച്ച് എനിക്ക് ആ ഒരു ശരീരം കിട്ടുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും? സത്യമായിട്ട് കേട്ടോ, സത്യമായിട്ട് ചോദിക്കുക, അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് എൻ്റെ ഈ ശരീരം ഒന്ന് മാറിയിട്ട് എനിക്ക് ആ ശരീരം കിട്ടുന്നത്? അതിനുവേണ്ടി അങ്ങ് ഞരങ്ങുവാണ് നമ്മൾ. ഓരോ നിമിഷവും വാച്ചൊക്കെ നോക്കി ഇന്ന് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അങ്ങനെ നമ്മളാരും ചിന്തിക്കുന്നൊന്നുമില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. എന്തുകൊണ്ട് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല? ഒറ്റ കാരണമാണ്, നമ്മുടെ ഉള്ളിൽ പ്രത്യാശയുടെ ലെവൽ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ പ്രത്യാശ നമുക്ക് നൽകിത്തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് ആർക്കെല്ലാം ഇല്ലാതിരിക്കുന്നോ അവരുടെ ജീവിതത്തിൽ ഈ ഒരു ഞരക്കം കുറവായിരിക്കും. നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട്, ആദ്യ ദാനമായിട്ട് ഇനി വരാനിരിക്കുന്ന ലോകത്തെ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നമേ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ദാനം, അതാണ് ആദ്യ ദാനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവോടുകൂടി എല്ലാം കഴിഞ്ഞെന്നല്ല. ഹല്ലേലൂയ. അത് ആദ്യമായി ദൈവം നൽകുന്നതാണ് നമുക്ക്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ വസ്തുവൊക്കെ വാങ്ങാനായിട്ടൊക്കെ പോകുമ്പോൾ ഒരു ചെക്ക് കൊടുക്കുന്നവരുണ്ട്, അഡ്വാൻസ് കൊടുക്കുന്നവരുണ്ട്. ഇത് വരുംകാലത്തേക്ക് ഞാൻ ഇത് മുഴുവൻ സ്വന്തമാക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു ഡൗൺ പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കും. പക്ഷെ അതെല്ലാം ആയോ? ഇല്ല, അതെല്ലാം ആയിട്ടില്ല. അതുപോലെ ആദ്യ ദാനമായിട്ട് നമുക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ ഞരങ്ങുന്നു എന്നാ. എന്തിനു വേണ്ടി? ആ തേജസ്സുള്ള ശരീരം നമ്മൾ പ്രാപിക്കാനായിട്ട്. അതിന് നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ അടുത്ത വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. സർവ്വ സൃഷ്ടിയും ഈറ്റുനോവോടുകൂടി ഞരങ്ങുന്നു.
ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ച നമ്മളും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിനിയുണ്ട്, അതിനുവേണ്ടി നമ്മൾ ഞരങ്ങിക്കൊണ്ടിരിക്കുവാണെന്നാണ് വചനം പറയുന്നത്. നമ്മൾ അങ്ങനെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്താലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, ആർക്കൊക്കെയാണോ ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിച്ചിരിക്കുന്നത് അവരെല്ലാം ആത്മാവിൽ ഞരങ്ങും. കർത്താവേ, എന്നാണ് ഈ ഒരു ശരീരം മാറി എനിക്ക് ആ തേജസ്സുള്ള ശരീരം ലഭിക്കുന്നതെന്ന്. മൂന്നാമത്തെ കാര്യം, ആത്മാവ് തന്നെ. അതിൻ്റെ 26-ന്റെ 2-ാമത്തെ ആ സെക്ഷനിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. 8-ാം അധ്യായം 26. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. അപ്പോൾ ആത്മാവ് ഞരങ്ങുന്നുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഞരങ്ങുന്നത്? നമുക്ക് വേണ്ടി അല്ലേ? നമുക്ക് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവ്. അപ്പം ആരൊക്കെയാണ് നമുക്ക് വേണ്ടി ഇങ്ങനെ ഞരങ്ങുന്നത്? ഒന്ന് സൃഷ്ടി അല്ലേ, ഒന്നാമത്തത് സൃഷ്ടി. രണ്ടാമത്തത് നമ്മൾ തന്നെ ഞരങ്ങുന്നു എന്നാ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ്. പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി എന്തിനാണെന്ന് നമുക്ക് 28-ാം വാക്യത്തിൽ, അല്ലെങ്കിൽ അതിന് താഴോട്ട് ഞാൻ വായിക്കാം, നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ ഈ വാക്യത്തിൽ പറയുകയാണ്, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പക്ഷെ എന്താണ് ആത്മാവ് പക്ഷപാതം ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല അല്ലേ? അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? അറിയത്തില്ല. എന്താണ് ആത്മാവ് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് വെളിപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, എല്ലാ കാര്യങ്ങളും വെളിപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വെളിപ്പെട്ടിട്ടുണ്ട്. ആത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം, അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവും. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ആത്മാവ് വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ആരാ? നമ്മളല്ലേ? നമുക്ക് വേണ്ടി എന്താ ചെയ്യുന്നത്? ദൈവഹിതപ്രകാരം ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നു. എന്താണോ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ ഹിതം, അതിനനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എനിക്കൊരു വിളിയുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു വിളിയുണ്ട്, ശരിയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. 2, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വിളിയിലേക്ക്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിൻ്റെ വിളിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരും. 2, ദൈവത്തിൻ്റെ ഇഷ്ടമായ വിശുദ്ധീകരണത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുവരും. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ വിളി? അത് നിങ്ങൾക്കൊരു പക്ഷേ അറിയത്തില്ലായിരിക്കും അല്ലേ? എന്തിനാണ് ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വിളിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വിളിയുണ്ട്. ആ വിളിക്ക് വേണ്ടി അവർക്ക് വേണ്ടുന്നതെല്ലാം പകർന്ന് പരിശുദ്ധാത്മാവെ നൽകണം, ദൈവമേ നൽകണം, പിതാവേ നൽകണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഇൻ്റർസീഡ് ചെയ്യാറുണ്ട് ദൈവത്തോട്. എന്താണോ ആ സാഹചര്യത്തിൽ ഇല്ലാത്തത് അതിനുവേണ്ടി ഇൻ്റർസീഡ് ചെയ്യാറുണ്ട്. ഒരിക്കലും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആത്മാവിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ്, അതിരുകളെ വിശാലമാക്കണമേ, അതിരുകളെ വിശാലമാക്കണമേ. ഇങ്ങനെ ശബ്ദം കേൾക്കുവാണ്. മലയാളത്തിലല്ല കേട്ടോ, ഞാനിങ്ങനെ നിങ്ങളോട് മലയാളത്തിൽ പറയുവാണ്. ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് കേട്ടോ, ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ടങ്സിൻ്റെ അർത്ഥം അല്ലെങ്കിൽ വ്യാഖ്യാനം കേട്ടോ, എന്താണ് അർത്ഥമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ശരിക്കും വ്യാഖ്യാനവും നമുക്ക് പറയാം. അത് എന്താണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നതെന്ന് എല്ലാം മുഴുവനും എനിക്ക് മനസ്സിലാവും ചോദിച്ചാൽ ഇല്ല കേട്ടോ, മുഴുവനുമല്ല. ആ ഒരു സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തിലേക്ക് അത് മനസ്സിലാക്കി തരുന്ന ആ നിമിഷത്തിൽ എനിക്ക് മനസ്സിലായി, അതിരുകളെ വിശാലമാക്കണമേ, അതിരുകളെ വിശാലമാക്കണമേ. ഞാൻ ഒരിക്കലും കർത്താവിനോട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, കാരണം അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അതിനുശേഷം ഞാനും എപ്പോഴും ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കും? കർത്താവെ അതിരുകളെ വിശാലമാക്കണമേ, അതിരുകളെ വിശാലമാക്കണം. എന്താണ് ഈ അതിരെ വിശാലമാക്കുക എന്നൊന്നും അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു. ശരിക്കും അതിന് സ്പിരിച്വൽ മീനിങ്ങും ഉണ്ട്. ഹല്ലേലൂയ. സ്പിരിച്വൽ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശുശ്രൂഷയിലുള്ള വിശാലത അല്ലേ, ശുശ്രൂഷയിലുള്ള വിശാലത. ഇനി ഫിസിക്കൽ മീനിങ് ആണെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തിലോ
നമുക്കുള്ളതിലൊക്കെ ഉള്ള വിശാലത എല്ലാം അതിലുണ്ടാവും. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹിതമാണ് എന്ത്? നമ്മൾ വിശാലതയിലേക്ക് വരണമെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ ഞെരുക്കത്തിലിരിക്കണമെന്നല്ല പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന എല്ലാ മക്കളും തന്നെ വിശാലതയിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇൻ്റർസീഡ് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൽ വേറൊരു കാര്യം എന്ന് പറയുന്നത്, കർത്താവെ, ചില സമയത്ത് ബലമില്ലാതെ തളർന്നു പോകുന്ന പോലെ തോന്നും. ശരീരത്തിൻ്റെ ക്ഷീണങ്ങൾ, അല്ലേ? ക്ഷീണം ഉണ്ടാവില്ല. ശുശ്രൂഷയിൽ ഇപ്പോൾ 1-2 ദിവസം ഓടി ഞാൻ ശുശ്രൂഷിച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ ദിവസം എനിക്ക് കഴിയാത്ത പോലെ തോന്നും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ക്ഷീണം പോലെ തോന്നും. അന്നേരം പെട്ടെന്ന് ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബലത്തെ തരണം, ബലത്തെ തരണം, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ബലം എന്നിൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണെന്ന് ആർക്കറിയാം? പരിശുദ്ധാത്മാവിന് അറിയാം. ഞാനത് പറയേണ്ട കാര്യമില്ല. അതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഒരാവശ്യവും, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഒരാവശ്യവും നിങ്ങളുടെ അപ്പനോട് ശരിക്കും പറയേണ്ട ആവശ്യമില്ല. കാരണം പരിശുദ്ധാത്മാവ് നല്ലൊരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? നിങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് പരിശുദ്ധാത്മാവിനെ റിയലൈസ് ചെയ്യാനായി കഴിയുന്നു. ഒരിക്കലും പറയേണ്ട ആവശ്യം പോലും നമുക്ക് വരുന്നില്ല. എന്തിനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിലിരുന്ന്. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? എന്തിനാണ് നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് അതിലേക്ക് കൊണ്ടുവരാൻ. രണ്ടാമത്തെ കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധിയിലേക്കും ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്കും കൊണ്ടുവരാനായിട്ട് പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നുണ്ട് നമ്മുടെ ഉള്ളിലിരുന്ന്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമുക്ക് ക്ഷമയില്ല എന്നിരിക്കട്ടെ, നമുക്ക് എന്തില്ല? ക്ഷമയില്ല, അല്ലേ? ഒരു കാര്യത്തിനും എന്തു കാര്യത്തിനും പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ് നമ്മൾ എടുത്തടിച്ച പോലെ സംസാരിക്കുന്നവരാണെന്നൊക്കെ ഇരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ക്ഷമ പഠിപ്പിക്കണമേ, ക്ഷമ പഠിപ്പിക്കണമേ. ഇങ്ങനെ പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ്. കാരണം എന്താ? നമുക്ക് ക്ഷമ ഇല്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ക്ഷമ പഠിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റും ക്രിയേറ്റ് ചെയ്യും. ശരിക്കും നമ്മൾ ക്ഷമ പഠിക്കണോ, അല്ലേ? പഠിക്കണോ വേണ്ടേ? പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. കാരണം എന്താണ്? നമ്മുടെ പ്രാർത്ഥനയാണോ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയാണോ ദൈവം കേൾക്കുന്നത്? നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവഹിതപ്രകാരം. പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായതുകൊണ്ട് എനിക്ക് ദോഷം വരില്ല. പറഞ്ഞാട്ടെ, എനിക്ക് ദോഷം വരില്ല. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമായതുകൊണ്ട് എനിക്ക് ദോഷം വരില്ല. പറഞ്ഞേ സഹോദരങ്ങൾ, ദോഷം വരില്ല. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് സകലവും നന്മയ്ക്കായി വ്യാപരിക്കും. പറഞ്ഞാട്ടെ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ സകലവും നന്മയ്ക്കായി വ്യാപരിക്കും. നന്ദി എന്ന് പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവേ നന്ദി, എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം, എനിക്ക് വേണ്ടി ഞരങ്ങുന്നതിനായി നന്ദി. ഹല്ലേലൂയ. എന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ, എന്നെ എൻ്റെ വിളിയിലേക്ക് കൊണ്ടുവരുവാൻ, ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലിരുന്ന് അങ്ങ് ഞരങ്ങുന്നതിനായി നന്ദി. ഞാനത് അറിയുന്നു, ഞാൻ അറിയാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലായോ സഹോദരങ്ങളെ? ഇപ്പോൾ 2 രീതിയിൽ. ഒന്നെന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിലേക്ക് നമ്മളെ കൊണ്ടുവരണം, അല്ലേ? വിശുദ്ധിയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നുണ്ട്. 2, നമ്മുടെ വിളിയിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്, നിരുത്സാഹപ്പെടുത്തുന്ന ആത്മാവല്ല. നിങ്ങൾ ടങ്സ് പറയുമ്പോൾ, ടങ്സ് ഇല്ലാത്തവർ ഭാരപ്പെടരുത്, ദൈവം അത് തരും. ടങ്സ് പറയുന്ന സമയത്ത് ഉത്സാഹക്കുറവ് ഉണ്ടാകുന്നുണ്ടോ ആർക്കെങ്കിലും? ഇന്ന് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഉത്സാഹക്കുറവ്, മടുപ്പുണ്ടാകുന്ന അവസ്ഥകൾ, പ്രാർത്ഥിക്കാൻ കഴിയില്ലെന്ന് തോന്നുന്നത്, ആ അനുഭവങ്ങളുള്ളവരൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഒടുവിൽ, കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനായിട്ട് നമുക്ക് ഒരിക്കലും പാടില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉത്സാഹം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. കാരണം എന്താണ്? നമ്മളെ ഓരോ നിമിഷവും ദൈവം ഒരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവേ അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പലരുടെ വിഷയങ്ങളും പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഒത്തിരി പേരുടെ വിഷയങ്ങളുണ്ട്. ആദ്യം 5 വിഷയമായിരുന്നെങ്കിൽ പിന്നെ 10ആയി, 20ആയി, 500 വിഷയമായി, 1000ആയി, 1500 വിഷയങ്ങളിലധികമായി. 1500 വ്യക്തികളുടെ വിഷയങ്ങൾ, 2000 പേരുടെ വിഷയങ്ങൾ. കർത്താവേ, എനിക്കറിയത്തില്ല ഇവരുടെ വിഷയങ്ങളെല്ലാം ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്.
എനിക്കറിയില്ല. ഞാനപ്പോൾ എന്ത് ചെയ്യും? അവരുടെ പേര് പറഞ്ഞിട്ട് ടങ്സിൽ പ്രാർത്ഥിക്കും. പലപ്പോഴും എല്ലാം ടങ്സിലാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിനെ അറിയാമല്ലോ അല്ലേ, അവരുടെ വിഷയങ്ങളെല്ലാം അറിയാം. എൻ്റെ മെമ്മറിക്കകത്ത് നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്ക് പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ആദ്യം ബുദ്ധി കൊണ്ട് പ്രാർത്ഥിച്ച ശേഷം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അത് കർത്താവേ, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയുന്നില്ല. അപ്പോൾ എൻ്റെ ബലഹീനതകൾ എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ കുറവുകൾ എന്താണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ, എൻ്റെ ക്യാരക്ടറിലെ പ്രശ്നങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ. എല്ലാവരുടെ ക്യാരക്ടറും പെർഫെക്റ്റ് ആണോ? നമ്മുടെ ക്യാരക്ടർ എല്ലാം അല്ലേ, പെർഫെക്റ്റ് അല്ല, പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ സ്വഭാവത്തെ അങ്ങ് രൂപീകരിക്കണം. എൻ്റെ സോൾ, എൻ്റെ ദേഹി മണ്ഡലം അങ്ങ് മാറ്റണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതപ്രകാരം അങ്ങ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്താട്ടെ. ദൈവം എന്നെ എന്താക്കി മാറ്റാനായിട്ട് ആഗ്രഹിക്കുന്നോ അതിനുവേണ്ടി പ്രാർത്ഥിക്കണേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് അങ്ങനെ ഒരു വലിയ റോളുണ്ട് നമ്മുടെ ജീവിതത്തിൽ കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇതിനൊക്കെ യോഗ്യയാണോ, ഇത്ര തെറ്റ് എൻ്റെ ജീവിതത്തിലുണ്ട്, ഇത്ര പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്നിന്ന പാപങ്ങളുണ്ട്, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചാലും നിങ്ങളുടെ ബലഹീനതകളിൽ തുണ നിൽക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. എന്ത് വിഷയം ഉണ്ടെങ്കിലും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, പരിശുദ്ധാത്മാവിനത് അറിയാം. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വരുന്ന ഓരോ ചിന്തയില്ലേ, ഓരോ തോട്ട് ഇങ്ങനെ വരത്തില്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന്, അത് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ചിന്തകൾ പോലും. അപ്പോൾ ആ താഴത്തെ വാക്യത്തിലേക്ക് നമ്മളൊന്ന് വായിക്കാം. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ചിന്ത എന്താണെന്ന് ആർക്കറിയാവുന്ന? ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അല്ലേ, ആത്മാവ് മുഴുവൻ സെർച്ച് ചെയ്യുകയാണ്. നിങ്ങളുടെ ചിന്തകളെല്ലാം എന്താണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഇതെല്ലാം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഇൻ്റർസീഡ്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി പ്രാർത്ഥിക്കും. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? എത്ര വലിയ ഒരു സന്തോഷം അല്ലേ അത്. സിസ്റ്റർ, എനിക്ക് വേണ്ടി ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, കരുതാൻ ആരുമില്ല, ഞാൻ പറയുന്ന കേൾക്കാൻ ആരുമില്ല. ചിന്തിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ നന്നായി അറിയുന്ന ഒരു പാർട്ട്ണർ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിച്ചാട്ടെ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിനോട്. എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിയത്, എൻ്റെ വിഷമങ്ങളെല്ലാം പറയാൻ പഠിപ്പിച്ചതൊക്കെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. എന്നോട് സംസാരിക്കുക അങ്ങനെ ദൈവം എന്നോട് പറയാറുണ്ട്. ഞാൻ ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. ഹല്ലേലൂയ. ഞാൻ സംസാരിക്കുന്നതോടൊപ്പം ഞാൻ എഴുതാറുണ്ട്, ഡയറിയിലെടുത്ത് എല്ലാ കാര്യങ്ങളും, ഞാൻ ദൈവത്തോട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം എഴുതാറുണ്ട്. നിങ്ങൾ ഒരു ഡയറി ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുന്നതൊക്കെ ഒന്ന് എഴുതി വെച്ചേ. ഇന്ന കാര്യങ്ങൾ. രാവിലെ സമയത്ത് ഞാൻ ഡയറി എഴുതുമ്പോൾ ഉണ്ടല്ലോ, രാവിലെ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ദൈവം സംസാരിക്കുന്നത്, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണോ സംസാരിക്കുന്നത്, കണ്ണടച്ചിരിക്കുമ്പോഴാണോ സംസാരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെയുള്ള സംശയങ്ങളുണ്ടോ? എത്ര പേർക്കുണ്ട്? ദൈവം സംസാരിക്കുന്നു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്ന് പറയുന്നല്ലോ. അത് തന്നെ, ഒത്തിരി പേർക്ക് ആ സംശയമുണ്ട്. ഈ സ്തുതിക്കുന്ന സമയത്താണോ, പാടുമ്പോഴാണോ സംസാരിക്കുന്നത്, എഴുതുന്ന സമയത്ത് സംസാരിക്കുമോ, കണ്ണടച്ചിരിക്കുമ്പോൾ ഇനി സംസാരിക്കുമോ, അല്ലേ, മൗനമായിട്ടിരിക്കുമ്പോഴാണോ സംസാരിക്കുന്നത്? ഒത്തിരി സംശയങ്ങൾ നമുക്കുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളിൽ വരികയും പോവുകയും ചെയ്യുന്ന ഒന്നല്ല. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എപ്പോഴും ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി കിട്ടിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിന് കിട്ടിയാൽ മതി. ദൈവം സംസാരിക്കാൻ വില്ലിങ് ആണ്. ഹല്ലേലൂയ. ആദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോയി ഇരുന്ന ഉടനെ ഒരുപക്ഷെ അത് നടക്കണമെന്നില്ല. ഒരുപക്ഷെ മാസങ്ങൾ എടുത്തേക്കാം നിങ്ങൾ ആ ഒരു റലത്തിലേക്ക് കയറി വരാൻ. നിങ്ങൾ മടുത്തു പോകരുത്. ഓക്കെ, കൃത്യമായി ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കും. ഹല്ലേലൂയ. ഞാനത് കേൾക്കുന്നവരെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, അപ്പ അന്യഭാഷ അതിൻ്റെ വ്യാഖ്യാനം എനിക്കങ്ങ് തരണമേ, അപ്പൻ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവണം, എന്താണ് പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാക്കി തരണമേ. ഇതെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 4 ദിവസമല്ല, ഇതൊന്നും പ്രാർത്ഥിച്ച് നടക്കാത്തതുകൊണ്ട്
ഒടുവിൽ 1 മാസം ഫാസ്റ്റിംഗ് എടുക്കാനായിട്ട് തീരുമാനിച്ചു. ഹല്ലേലൂയ. ഇത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തളർന്ന് വീണാൽ ഇത് നിർത്തത്തില്ലെന്ന് തീരുമാനിച്ച ദിവസങ്ങളുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യണമെന്നും അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ ആഗ്രഹം അത്രത്തോളം ആയിരുന്നു എന്നുള്ളതാണ്. ദൈവശബ്ദം കേൾക്കാനുള്ള ആഗ്രഹം. അതിനുവേണ്ടി എല്ലാം ത്യജിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ചോദിക്കുന്നവന് ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കപ്പെടും. ഹല്ലേലൂയ. നമ്മൾ മടുപ്പ് കൂടാതെ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ. അപ്പാ, അങ്ങയുടെ സ്വരം എനിക്ക് കേട്ടേ മതിയാവും, അങ്ങ് എന്നോട് സംസാരിച്ചേ മതിയാവും. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണം. ഞാൻ എങ്ങനെയാണ് മാറേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവണം. എൻ്റെ വിളിയെപ്പറ്റി അങ്ങ് എനിക്ക് മനസ്സിലാക്കി തരണം. നിങ്ങൾ ഇതെല്ലാം പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അത് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ എങ്ങനെ ഇരുന്നാലും നമുക്ക് ദൈവശബ്ദം കേൾക്കാനായി പറ്റി. എങ്ങനെ ഇരുന്നാലും എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കാം, വർഷിപ്പ് ചെയ്യുമ്പോൾ ദൈവശബ്ദം കേൾക്കാം, നിങ്ങൾ ഒരുപക്ഷെ വചനം വായിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാം. എല്ലാം തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാനായി കഴിയും. ഹല്ലേലൂയ. നിങ്ങളത് എത്രത്തോളം ദൈവവുമായിട്ട് കണക്റ്റഡ് ആണോ അത്രത്തോളം മാത്രമേ നമുക്കത് കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ സഹോദരങ്ങളെ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നു പോയാൽ, പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പല സ്ട്രഗിളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലാണ് ആദ്യം ബുദ്ധിമുട്ട് നേരിടുന്നത്. അന്നേരം എന്തേ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയി നമ്മുടെ ഈ ഒരു ബുദ്ധിമുട്ടുകളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്ന അവസ്ഥകൾ വരും. ആ ഒരു സമയത്ത് ഒരുപക്ഷെ നമുക്ക് ആത്മാവിൽ ദൈവശബ്ദം കേൾക്കാനൊന്നും കഴിയത്തില്ല. കഴിയുന്നത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ഒരടുക്കും ചിട്ടയും നമുക്കുണ്ടാവണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് പോയി. ഞാൻ രാവിലെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഡയറിയിൽ എഴുതാറും കൂടെയുണ്ട്, പരിശുദ്ധാത്മാവേ, നല്ല രാവിലെ സമയമാണല്ലോ ഇത്, അങ്ങേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നോട് പറയാനുള്ളത്. ഇതൊക്കെ ഞാൻ അങ്ങനെ ഡയറിയിൽ എഴുതും. നിങ്ങൾക്ക് തോന്നും സിസ്റ്ററിന് എന്ത് പറ്റിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതുന്ന ഡയറിയിൽ. എൻ്റെ ഒരു സന്തോഷമാണത്. ഹല്ലേലൂയ. സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡയറി വാങ്ങാനുള്ള കാശ് പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡയറി വാങ്ങാൻ പോലും കാശില്ല, ഒന്നുമില്ല. നോട്ട്ബുക്ക് ഏറ്റവും കുറഞ്ഞ് നമുക്ക് കിട്ടുന്ന നോട്ട്ബുക്കാണല്ലോ, അങ്ങനെ വാങ്ങി എഴുതിയ സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ഡയറി വാങ്ങണമെങ്കിൽ കാശ് കൂടുതലാവില്ല. നോട്ട്ബുക്ക് ആകുമ്പോൾ 50 രൂപയ്ക്ക് കിട്ടും. ഡയറി വാങ്ങാൻ പോയി 500 രൂപ കൊടുക്കണമല്ലോ എന്നോർത്തിട്ട് ഞാൻ നോട്ട്ബുക്ക് വാങ്ങി എഴുതിയ സമയങ്ങൾ എനിക്കുണ്ട്. ഹല്ലേലൂയ. ദൈവകൃപയാൽ ഇന്ന് ഡയറി വാങ്ങി എഴുതാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡയറി എനിക്ക് വാങ്ങാനായി കഴിഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ സമയത്ത് ഒരു സഹോദരി എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നെ പ്രചോദിപ്പിക്കുന്നു, സിസ്റ്ററിന് ഡയറി വാങ്ങാനായിട്ട് കാശ് തരണമെന്ന്. ഹല്ലേലൂയ. ഞാൻ ഓർത്ത്, കർത്താവേ, പരിശുദ്ധാത്മാവ് ആ കാര്യവും പോയി അവിടെ പറഞ്ഞു, ഡയറി വാങ്ങാനായിട്ട് എനിക്ക് കഴിയില്ലെന്ന്. അങ്ങനെ ആ സിസ്റ്റർ എനിക്ക് ഡയറി വാങ്ങാനുള്ള കാശ് തന്ന ശേഷമാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഡയറി വാങ്ങി ഈ വർഷം എഴുതാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ. നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ അതിൽ? അതുപോലും സാധിക്കാത്ത അവസ്ഥകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ സാമ്പത്തികമോ നമ്മുടെ സാഹചര്യങ്ങളോ ഒന്നുമല്ല കാര്യം. അതിലൊന്നും ഒരു കാര്യമേ ഇല്ല. നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നുള്ളതാ കാര്യം. നമുക്ക് സമയമുണ്ടോ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്യാൻ, കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ടുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്ന ദൈവം നോക്കുന്നത്. ബാക്കിയെല്ലാം എൻ്റെ ദൈവം പ്രൊവൈഡ് ചെയ്യാൻ സർവശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഞാനിങ്ങനെ എല്ലാം എഴുതാറുണ്ട്. ഡയറി എടുത്തിട്ട്, പരിശുദ്ധാത്മാവേ, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടത്, അങ്ങയുടെ മക്കളോട് എന്തെല്ലാമാണ് സംസാരിക്കേണ്ടത്, എന്തെല്ലാമാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ എഴുതും. ഹല്ലേലൂയ. ഇതെല്ലാം എഴുതിയതിന് ശേഷം എൻ്റെ കാര്യങ്ങളെല്ലാം ആ ഡയറിയിൽ എഴുതിയിട്ട് ഞാൻ ടങ്സിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എന്തെല്ലാം വിഷയങ്ങളാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ എല്ലാം മറുപടി ടങ്സിൽ വരും. ഹല്ലേലൂയ. അത് എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും ഇരിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്ന സഹോദരങ്ങളെ, അതൊന്ന് വെളിപ്പെട്ട് കിട്ടാനായിട്ട്, ആ ഒരു റെലം നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു കിട്ടാനായിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയെല്ലാം, ഇങ്ങനെ ഈ മീറ്റിംഗ്, സൂം മീറ്റിങ്ങും എല്ലാം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ. ആ ഒരൊറ്റ വെളിപ്പാട് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് വചനം പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് പറയാനൊന്നും കഴിയത്തില്ല. ഒരു ബലവുമില്ലാത്ത ഒരാളാണ് ഞാൻ. ഹല്ലേലൂയ. ദൈവം എന്നെ അങ്ങനെ ബലപ്പെടുത്തുന്നത് കൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സന്നിധിയിൽ ഇരിക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ രാവിലെ സമയം ഒരു നോട്ട്ബുക്ക് എടുത്തു വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കണം.
എന്നാലല്ലേ കർത്താവിന് മനസ്സിലാവും നിങ്ങൾ കർത്താവിന് പറയുന്ന കാര്യങ്ങൾ പറയാനായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി തയ്യാറാണെന്ന്. ഹല്ലേലൂയ. ഒരു നോട്ട്ബുക്കോ ഡയറിയോ എന്തോ നിങ്ങളുടെ കയ്യിലുണ്ടോ, ഇനി പേപ്പറായാലും മതി, അത് കളഞ്ഞു പോകാതെ സൂക്ഷിക്കണം. പേപ്പറാകുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ എണീറ്റിരുന്ന് നിങ്ങൾ ഏത് സമയമാണോ പ്രാർത്ഥിക്കുന്നത് ആ സമയത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ഡേറ്റ് ഇടുക. അന്നന്നത്തെ ഡേറ്റ് ഇട്ട് നിങ്ങൾ അപ്പനോട് പറയാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വെറുതെ അതിൽ എഴുതിക്കോ. ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ വായിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ വായിച്ചാൽ അതിൽ ദൈവം നിങ്ങളോട് ഇടപെടുന്ന വചനങ്ങൾ എഴുതിക്കോ. കഴിയുമോ നിങ്ങൾക്കതിന്? ഇന്ന് ദൈവം എനിക്ക് നൽകിയ വചനം അത് എഴുതി ആ വചനം അങ്ങ് പഠിക്കുക. ഹല്ലേലൂയ. ദൈവത്തോട് ഞാൻ സംസാരിക്കുന്ന വിഷയങ്ങൾ വെറുതെ എഴുതുക. ഞാനൊരു പൊട്ടിയെ പോലെയാണ് ആദ്യകാലങ്ങളിലൊക്കെ എഴുതി തുടങ്ങിയത്. വെറുതെ ഞാൻ ഡയറിയിൽ എഴുതും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഞാൻ ചിലത് വിശ്വസിച്ചു, അങ്ങനെ ഞാൻ എഴുതി. ഹല്ലേലൂയ. പിന്നീട് ദൈവം എൻ്റെ കരത്തിലൂടെ എഴുതാൻ തുടങ്ങി. പേനയിലൂടെ ദൈവം പരിശുദ്ധാത്മാവ് എഴുതാൻ തുടങ്ങി. ഒരു സീസൺ കഴിഞ്ഞപ്പോൾ മനസ്സിലായോ സഹോദരങ്ങളെ? എൻ്റെ കയ്യെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചു. ഞാൻ സംസാരിക്കുന്ന ഭാഷകൾ എഴുതാൻ എനിക്ക് കഴിഞ്ഞു. ഹല്ലേലൂയ. അതാണ് ആ ഒരു റിലേഷനിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം സാധ്യമാകും. അസാധ്യമായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല. ഹല്ലേലൂയ. നമ്മൾ ഈ ഒരു ലലത്തിലേക്കൊക്കെ വരുമ്പോൾ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, അവരൊന്നും ഒരിക്കലും ഇത് വിശ്വസിക്കാൻ തയ്യാറാവില്ല. കാരണം അവർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളില്ല. എന്നാൽ ധാരാളം പേര് ഈ നാളുകളിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളുള്ളവർ, ആരോട് മിണ്ടാതിരുന്നവരൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ സിമിലർ അനുഭവങ്ങൾ എനിക്കൊന്നും ഉണ്ട്, പക്ഷെ പേടിയാണ് ഇത് പുറത്ത് പറയാനായിട്ട്. കാരണം മറ്റുള്ളവർ എങ്ങനെ തെറ്റിദ്ധരിക്കുമോ ഒന്നും അറിയത്തില്ലല്ലോ. ഞങ്ങളെ നടത്തുന്ന ദേവദാസനോട് പറഞ്ഞപ്പോൾ ഇതൊക്കെ തെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് പേടിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊന്നും പറയാതിരുന്നത്. ഇപ്പോൾ സിസ്റ്റർ പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയ ആവേശമാണ്, ഇതെല്ലാം സത്യമാണെന്ന് അറിയാനായിട്ട് കഴിയുന്നല്ലോ. ഹല്ലേലൂയ. ഞാൻ ഓർത്തു, കർത്താവ് ഇതിനു വേണ്ടിയായിരിക്കും ഒരുപക്ഷെ എന്നെ ഒരുക്കിയത്. ഹല്ലേലൂയ. നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്നതൊന്നും വ്യർത്ഥമല്ല. പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ നാവിലൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ചില കാര്യങ്ങൾ. നിങ്ങൾ അത് മടുത്തു പോകരുത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുക. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നിങ്ങൾ ദൈവശബ്ദം കേൾക്കും. അത് ഇന്നാകട്ടെ, അത് അടുത്ത മണിക്കൂറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ആ ശബ്ദത്തിന് കേൾക്കുന്നതിൻ്റെ ഉടമയായി തീരണം സഹോദരങ്ങളെ. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങുന്നു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ, ആ സ്വരൂപത്തിലേക്ക് നമ്മളെ മാറ്റാൻ. ഹല്ലേലൂയ. അതിൻ്റെ 30-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അതിൻ്റെ 29-ഉം 30-ഉം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതൻ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാനായിട്ട് മുൻനിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലായോ? യേശുവിൻ്റെ സ്വരൂപത്തോട് എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യണം? നമ്മൾ അനുരൂപപ്പെടണം. അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ മുൻനിയമിച്ചിരിക്കുന്ന, മുന്നമേ കണ്ട് വിളിച്ച് വേർതിരിച്ച് നമ്മളെ അതിനാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് അതിനുവേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 28-ാം വാക്യം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്തുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ പറയുന്ന എപ്പോഴും നമ്മുടെ ഇഷ്ടമായിരിക്കും. എപ്പോഴും അങ്ങനെയാണല്ലേ? ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളല്ലേ പറയുന്നത്? നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും, കർത്താവേ അതാണ് കാര്യം, ഇതാണ് എൻ്റെ ആവശ്യം, ഞാനും അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ്. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനായി തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ പറയുന്നതൊന്നുമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് വേറെ കാര്യങ്ങൾക്കാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് വേറെ കാര്യങ്ങൾക്കാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുവാണെന്ന് ചിന്തിക്കുക, കർത്താവെ സാമ്പത്തികമായുള്ള എല്ലാ വിഷയത്തിനും ഒരു പരിഹാരം അയക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ചിന്തിക്കാം. അത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇന്ന സ്ഥലത്ത് പോയി ശുശ്രൂഷിക്കാനായിട്ടുള്ള ബലം കൊടുക്കണം, പിശാചിൻ്റെ ശക്തികളെ തകർക്കാനുള്ള അഭിഷേകം കൊടുക്കണം. ഇതാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത്. അന്നേരം എൻ്റെ ബുദ്ധിയിലെ പ്രാർത്ഥനയെ ഓർത്ത് ഞാൻ അന്നേരമാണ് അയ്യോ എന്ത് വിട്ടിത്തരമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, ജഡത്തിൻ്റെ മോഹങ്ങളും ആത്മാവിൻ്റെ പ്രാർത്ഥനയും, ജഡം അഭിലാഷവും ആത്മാഭിലാഷവും പരസ്പരം വിരോധമായിരിക്കുന്നെന്ന്, ഓപ്പോസിറ്റ്. മനസ്സിലാവുന്നുണ്ടോ സഹോദരങ്ങളെ? അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടേതായ ഈ ലോകത്തിലെ വിഷയങ്ങൾക്കും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന്.
മനസ്സിലാവുന്നുണ്ടോ? അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ഓരോ ചെറിയ ആവശ്യത്തിന് അടുത്ത ലെവലിൽ ശുശ്രൂഷയിലേക്ക് എനിക്ക് വളരണമെങ്കിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല. അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം പരിശുദ്ധാത്മാവ് എന്നിലൂടെ ഒരു ദിവസം പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. ഭാസ്കർ നഗർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത്, ഭാസ്കർ നഗർ ദേശത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പിന്നെ ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുന്നിലത്തെ പോലെ എൻ്റെ വിഷയങ്ങളൊന്നും പ്രാർത്ഥിക്കാറില്ല. ഞാൻ പിന്നെ എന്ത് പ്രാർത്ഥിക്കും? കർത്താവേ, ജനങ്ങളെ അങ്ങ് തൊടണമേ. ചില സമയത്ത് ചില പ്രത്യേക സ്റ്റേറ്റുകളുടെ പേര് പരിശുദ്ധാത്മാവ് മെൻഷൻ ചെയ്യുന്നത് എനിക്ക് കേൾക്കാനായിട്ട് കഴിയും. നോർത്ത് ഇന്ത്യയിലെ ചില പട്ടണങ്ങൾ, ചില ഗ്രാമപ്രദേശങ്ങൾ. ഞാൻ അന്നേരം പിന്നെ അവർക്ക് വേണ്ടിയാവും എൻ്റെ പ്രാർത്ഥന. ഞാൻ പ്രാർത്ഥിക്കാനിരുന്നത് വേറെ വിഷയത്തിനായിരിക്കും, പ്രാർത്ഥനാ വിഷയം എന്ന് പറഞ്ഞു. പക്ഷേ അത് പ്രാർത്ഥിക്കാൻ കഴിയില്ല. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് ദൈവഹിത പ്രകാരം വേറെ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഉള്ളിലിരുന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് കാണാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഹല്ലേലൂയ. കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഇനി നമ്മൾ ഒട്ടും പ്രത്യാശയില്ലാത്തവരാണെങ്കിൽ സമയം ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹല്ലേലൂയ. കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പ്രത്യാശയില്ലാത്തവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് എന്ത് പ്രാർത്ഥിക്കും? പ്രത്യാശ ഉണ്ടാകട്ടെ. പിതാവേ, പ്രത്യാശ കൊടുക്കണം, പ്രത്യാശ കൊടുത്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്നത് അങ്ങ് നിർത്തും. നമ്മൾ ഒറ്റയ്ക്കാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കും. നമ്മുടെ ഉള്ളിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം നശിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരു സ്ട്രഗിൾ പെട്ടെന്ന് വരുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതാ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥന ശക്തമാക്കും. പ്രതികൂലം വരുമ്പോൾ എന്ത് ചെയ്യും? പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഹല്ലേലൂയ. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ പിടിച്ചിരുത്തുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവഹിതപ്രകാരം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, കേട്ടോ, നമ്മുടെ തിന്മയ്ക്കല്ല, അത് ഓർക്കണം. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും അത് നന്മയ്ക്കാം. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ കൊണ്ടും പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ചില സമയത്ത് ടങ്സിൽ ചില വാക്കുകൾ നമുക്ക് ഉച്ചരിക്കാൻ കഴിയും, ചില സമയത്ത് ഉച്ചരിക്കാൻ കഴിയില്ല. ഒരു ഗ്രോണിങ് പോലെ ആയിരിക്കും വരിക ഉള്ളിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ വിട്ടുകൊടുത്താൽ ആരാധിക്കുന്ന സമയത്ത് ചില ഗ്രോണിങ്സ് പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും, ഡീപ്പായിട്ടുള്ള. അതിലൂടെയും പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ എന്താണ് ആത്മാവിൻ്റെ ചിന്തയെന്നറിയും. ആത്മാവ് ചിന്തിക്കുന്നത് എപ്പോഴും എന്താ? നമ്മളെ എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരാം, നമ്മളെ എങ്ങനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ കൊണ്ടുവരാം, നമ്മളെ എങ്ങനെ ദൈവത്തിൽ സാദൃശ്യത്തിൽ കൊണ്ടുവരുവാന്ന്. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് ഇങ്ങനെ പറയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ നീ ഭൂമിയിലായിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ശരീരമാണ് നീ, ഞാൻ നിന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതെല്ലാം വചനത്തിലുള്ളതാ കേട്ടോ, വചനത്തിലുള്ളതാ. പല ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ നിന്നിലൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നിന്നിൽ വസിക്കുന്നത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. നീ പുനരുത്ഥാനത്തിൻ്റെ ജീവനാൽ ജീവിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വചനത്തിലുള്ളതാണല്ലേ, നമ്മളെല്ലാം വായിക്കുന്നതാണ്. പക്ഷെ ഞാനിത് കേൾക്കുന്നത് മുഴുവൻ എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഹല്ലേലൂയ. ആത്മാവിൽ നിന്ന് കേൾക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ബലപ്പെടുത്താൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമ്മളെ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ എല്ലാം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കുന്നോ അങ്ങനെ നീയും ആയിരിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കാനായി ശ്രമിക്കണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇതെല്ലാം നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയായിരിക്കട്ടെ സഹോദരങ്ങളെ. എൻ്റെ ഉള്ളിലിരുന്ന് ഞരങ്ങുന്ന ആ പരിശുദ്ധാത്മാവിനെ എനിക്ക് അറിയാനായിട്ട് കഴിയട്ടെ. എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ആത്മാവിൽ താൻ ഉണ്ട്. ഹല്ലേലൂയ. അതെനിക്ക് വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. ഈ നാളുകൾ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം അടുത്ത തലത്തിലോട്ട് ആത്മാവ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അല്ലാതെ വെറുതെ എന്നെ കൊണ്ട് ഇതെല്ലാം കർത്താവ് ഇവിടെ ഇരുത്തി പറയിപ്പിക്കത്തില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 1, സൃഷ്ടി മുഴുവനും ദൈവപുത്രന്മാരായ നമ്മുടെ വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. 2, ആരാ കാത്തിരിക്കുന്നത്? നമ്മൾ ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. എന്തിന്? തേജസ്സാകുന്ന ഒരു ശരീരം നമ്മൾ പ്രാപിക്കുമെന്ന്
ഒരു ഞരക്കത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു. ആ ഞരക്കമൊക്കെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ എവിടെയോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എവിടേക്കോ ലോകത്തിൽ നമ്മൾ ചുറ്റിക്കിടക്കുന്നുണ്ട്. അവിടെ നിന്നെല്ലാം വരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മൂന്നാമത്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങുന്നു. ആ തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ, ദൈവഹിതത്തിന്റെ നിറവിൽ നമ്മൾ ശോഭിക്കുവാൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ചെറിയ രീതിയിൽ ഇത് പറയാനായി കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? സമയമൊക്കെ ഒരുപാട് പോയി, നമ്മൾ ചിന്തിച്ചതിനേക്കാളും കൂടുതൽ സമയമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി സഹോദരങ്ങളെ? മനസ്സിലായോ? ഈ 3 കാര്യങ്ങളും നിങ്ങൾ ഇനി മറക്കത്തില്ലല്ലോ. ഇതെപ്പോൾ ചോദിച്ചാലും നിങ്ങൾ പറയൂ. പറയാനായി കഴിയുമോ നിങ്ങൾക്ക്? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മളിന്ന് കുറച്ച് കൂടുതൽ സമയം എടുത്തു, എങ്കിലും ക്ഷമയോടെ ഇത്രയും ഡിവൈസുകൾ എന്നെ കേട്ടുകൊണ്ടിരുന്നതിനായി സ്തോത്രം. പല സ്റ്റേറ്റുകളിലും പല സമയം, ആ സമയത്ത് നിങ്ങൾ ഇരുന്നത് ക്ഷമയോടെ ഇരുന്ന് നിങ്ങളെ വചനത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്, കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ടാണെന്ന് അറിയാം. കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് നിങ്ങളെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കാനായിട്ട് പോവുകയാണ്. എൻ്റെ മക്കളോട് നീ പറയുക പറയുക പറയുക. കർത്താവ് എന്നെ അനുവദിക്കാതെ പിന്നിൽ നിന്ന് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാര്യങ്ങളും പറയും, കർത്താവ് ഇതൊന്നും പറയാനായിട്ട് എനിക്ക് പറ്റില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ പറയും. അപ്പോൾ കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ എൻ്റെ മക്കളോട് സംസാരിക്ക്. ഹല്ലേലൂയ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, സംസാരിക്ക്. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള വോയിസ് ഇല്ല, അവിടെ തീർന്നു. എനിക്ക് സംസാരിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് കേട്ടോ. നിങ്ങൾക്ക് സമയം കൂടിപ്പോയതിന് ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ നാളുകളിൽ നമ്മുടെ ശുശ്രൂഷയെ കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ച് കുറച്ചുകൂടി വിശാലതയിലേക്ക് കൊണ്ടുവരണം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ദേശങ്ങളിലേക്ക്, ഇവിടെയുള്ള ഗ്രാമങ്ങളിലേക്കൊക്കെ പോയി അവിടെ സുവിശേഷം അറിയിക്കണം, അവിടെയൊക്കെ മീറ്റിങ്സ് സംഘടിപ്പിക്കണമെന്നൊക്കെ കർത്താവ് ഈ നാളുകളിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എന്നെ അതിന് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം എന്ത് ചെയ്യണം? ഈ ഗ്രാമപ്രദേശങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ദൈവത്തെ അറിയാത്ത മക്കളുണ്ട്. ഒത്തിരി നേർച്ചകളും പൂജകളും വിഗ്രഹ ആരാധനയും ഒത്തിരി അന്ധവിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പോയി ശുശ്രൂഷിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ ദിവസവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള ഒരു കൈ ഉയർത്തി കാണിച്ചേ. മറന്നു പോവല്ലേ സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ ബലപ്പെടുത്തണം, ദൈവം ശക്തിയോടെ നിർത്തണം. ഈ ശുശ്രൂഷകൾക്ക് ഇറങ്ങിത്തിരിക്കുക അല്ലേ. ഓരോ ദേശത്തേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ അത്രയും പ്രശ്നങ്ങളുണ്ട് അല്ലേ. അവിടെ നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതനുസരിച്ചാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. പ്രാർത്ഥനയുടെ ഒരു കവറിങ് ഉണ്ടാക്കാനായിട്ട് കർത്താവ് എന്നോട് ഈ നാളുകളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ കവറിങ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ കർത്താവ് ചേർത്ത് നിർത്തിയിട്ടുള്ള നിങ്ങളെല്ലാവരുമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നത്. ഇതിൽ ഒത്തിരി പേര് എനിക്കറിയാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം മക്കളുണ്ട്. ഒത്തിരി സന്തോഷം. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരു 15 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും എനിക്ക് വേണ്ടി നിങ്ങൾ മറക്കാതെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ സിസ്റ്റർ അമൃത ശുശ്രൂഷ പൗലോസ് പറയുന്ന പോലെ എനിക്ക് സുവിശേഷത്തിൻ്റെ വാതിലുകൾ തുറന്നു കിട്ടാനും ശക്തമായി ദൈവത്തിൻ്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പൗലോസ് ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്നു. പല സ്ഥലത്തും നമുക്കത് കാണാം. അതുപോലെ നിങ്ങളെല്ലാവരും എന്നെ വഹിച്ചു പ്രാർത്ഥിക്കുന്നവരായി തീരണം. നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ ദേശത്ത് ദൈവം വിളക്കാക്കി വെക്കും. ചിലരുടെ ഭവനങ്ങളിൽ ഞാൻ നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞതാണ്, ചിലരുടെ ഭവനങ്ങളിൽ ഉണർവിൻ്റെ സീസണാക്കി ദൈവം തുറക്കാനായിട്ട് പോവുകയാണ്. ചിലർ ഭവനങ്ങൾ ഉണർവ് കാണും, ചിലർ ദേശങ്ങൾ ഉണർവ് കാണും. ഹല്ലേലൂയ. നിങ്ങളെ ദൈവം അതിൻ്റെ ഭാഗമാക്കാനായിട്ട് പോവുകയാണ്. ചിലരെ നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ചില വ്യക്തികൾ രക്ഷിക്കപ്പെടാനായി പോകുന്നു. നിങ്ങൾ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകാനായി പോകുന്നു. ഹല്ലേലൂയ. അതിലൂടെ അനേകർ ദൈവത്തെ അറിഞ്ഞറിഞ്ഞ് നിങ്ങളുടെ അടുക്കലേക്ക് വരാനായി പോകുന്നു. ഇന്ന സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് സൗഖ്യം കിട്ടിയത്, അവരുടെ അടുത്ത് പോയാൽ മതി. ഇന്ന ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ആ ദൂത് വെളിപ്പെട്ടത്, അവരുടെ അടുത്തിലേക്ക് പോയാൽ മതി. എൻ്റെ വിഷയത്തിന് ഒരു ആശ്വാസം കിട്ടിയത് ഇന്ന ബ്രദറിലൂടെ ദൈവം എന്നോട് സംസാരിച്ചത് കൊണ്ടാണ്. അങ്ങനെ പറഞ്ഞ് നിങ്ങളെ അന്വേഷിച്ചു വരുന്ന ഒരു സീസൺ നിങ്ങൾ തുറക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കഴിയുന്ന പോലെയല്ല. ആർക്കൊക്കെ വേണ്ടിയാണോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നത് അവരുടെ പേരെല്ലാം എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ദേശത്തുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നശിച്ചു പോകുന്ന തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ദേശങ്ങളിലൊക്കെ ഒത്തിരി സഭകളുണ്ട്, പരിശുദ്ധാത്മാവിനെ അറിയാത്ത സഭകളുമുണ്ട്. അപ്പോൾ പല സഭകളിലുള്ള മക്കൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സിസ്റ്ററെ അവിടെയൊക്കെ വന്ന് സംസാരിക്കാനാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പെർമിഷൻ വാങ്ങിച്ച് ഈ പരിശുദ്ധാത്മാവിനെ പറ്റിയൊക്കെ അവരോട് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരുങ്ങി വരാനായിട്ട് വലിയ പാടാണ്. നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. പല ചർച്ചകളിലും പരിശുദ്ധാത്മാവ് ആരെന്ന് പോലും അറിയത്തില്ല അല്ലേ. ധാരാളം പേരുണ്ട്, നമ്മളെയൊക്കെ അറിയിച്ചതാണ് ദൈവം. അപ്പോൾ എന്ത് ചെയ്യണം?
പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിക്കണമേ. എൻ്റെ ഈ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ വളർത്തണമെങ്കിലും എനിക്കും വളരെ പ്രാർത്ഥന അത്യാവശ്യമാണ് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ ഈ നാളുകളിൽ എനിക്ക് വേണ്ടി തുറന്നു വരണം. ഈ ശുശ്രൂഷയ്ക്കൊക്കെ ഓരോ മേഖലകളിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ ബിലോ ആവറേജ് ഫാമിലീസാണ്. ഗ്രാമങ്ങൾ, കോളനി പ്രദേശങ്ങളാണ് ഇവിടെയൊക്കെ. അവർക്ക് അതിനൊന്നും കഴിയാത്ത അവസ്ഥയിലാണ് പലരും ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചാൽ ആ എല്ലാ ചെലവും നമ്മൾ തന്നെ വഹിക്കേണ്ടതാണ്, സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഫൈനാൻഷ്യലായി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. ശുശ്രൂഷകൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ കണക്കിന് അതിൻ്റെ സിസ്റ്റങ്ങൾ, സൗണ്ട് സിസ്റ്റം, അതിൻ്റെ ഇലക്ട്രിക്കൽ ഇക്വിപ്മെൻറ്റ്സ് അതെല്ലാം നമുക്ക് ക്രമീകരിക്കണം. ആ സ്ഥലത്തിൻ്റെ റെൻറ്റുകൾ നമ്മൾ പേ ചെയ്യേണ്ടതുണ്ട്. അവിടെ ഉള്ളവർക്ക് ബൈബിളുകൾ കൊടുക്കേണ്ടതുണ്ട്, ഓഡിയോ ബൈബിൾസ്. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ സാക്ഷരത കേരളം ഒത്തിരി പുരോഗമനം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബൈബിൾ വായിക്കാൻ പോലും അറിയാത്ത ധാരാളം അമ്മമാരും അപ്പന്മാരും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ ഓഡിയോ ബൈബിളുകൾ വിതരണം ചെയ്യണം. അതിനെല്ലാം വേണ്ടി നമുക്ക് ആ സോഫ്റ്റ്വെയറുകളൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട്. പക്ഷെ അതിനെല്ലാം നമുക്ക് ഇതിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമാണ്, അതിൻ്റെ സപ്പോർട്ടുകൾ ആവശ്യമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലും ഒരു ദേശത്ത് ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് ക്രമീകരിക്കാൻ സിസ്റ്ററെ ഞാൻ ഒരുക്കമാണ്, അതിനുള്ള ചിലവ് വഹിക്കാനെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ കാര്യങ്ങളും വിവരങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാനായിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം നിങ്ങൾക്കും അത് ചെയ്യാം. അതിന് കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ഭാരപ്പെടരുത്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒരു ആത്മാവിൻ്റെ രക്ഷയാണ് ഏറ്റവും വലുതല്ലേ. നിങ്ങൾ മുഖാന്തരം, നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം, നിങ്ങളുടെ സഹായം മുഖാന്തരം ഒരു ആത്മാവ് ആ ദേശത്ത് നിന്ന് രക്ഷപ്പെട്ടാൽ അതിൻ്റെ നന്മയും അനുഗ്രഹവും ദൈവം നിങ്ങളുടെ കുടുംബത്തിലേക്ക് തരും. ഹല്ലേലൂയ. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ അടുത്ത തലങ്ങളിലേക്കൊക്കെ നിങ്ങൾ കയറി വരട്ടെ. നമ്മൾ ഒന്നിച്ച് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഞാൻ ബ്ലസ് ചെയ്യുന്നു നിങ്ങൾ.